ഹായ് നമസ്കാരം. വിനീസ് ടൂർണമെന്റ് മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ എന്താ ചിരിച്ചെന്നായിരിക്കും അല്ലെ? ഇതൊക്കെ കണ്ടാൽ നമ്മൾ എങ്ങനെ ചിരിക്കായിരിക്കും? എന്തായാലും ഞാൻ ഈ ഒരു തംബ്നെയിൽ നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇനി ഒരു ഹിന്ദുവും ക്രിസ്ത്യാനിയും കരയില്ല. പട നയിക്കാനിറങ്ങി ജാമിദ ടീച്ചറും VK ബൈജുവും. അതിന്റെ ഒരു ക്യാപ്ഷനിൽ ഒരു ചെറിയൊരു ചേഞ്ച് വരുത്തിയിരുന്നത് കൊള്ളായിരുന്നു അല്ലെ? ചാണക ബൈജുവും അപ്പി അമ്മായിയും. അത്ര മതി, വലിയ ഡെക്കറേഷൻ ഒന്നും നമുക്ക് ഇതിനകത്ത് ആവശ്യമില്ല. ഇന്ന് കണ്ടിട്ടുള്ള ഈ ഒരു വീഡിയോ എനിക്ക് വളരെ രസകരമായിട്ടാണ് തോന്നിയത്. കാരണം ഈ ചാണക ബൈജുവും ഈ അപ്പി അമ്മായിയും കൂടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ചൊറിയാതെ വയ്യ. അതായത് അമ്മായിക്ക് ചൊറിച്ചിൽ വരുമ്പോഴത്തേക്ക് ബൈജു മാന്തി കൊടുക്കും, ബൈജുവിന് ചൊറിച്ചിൽ വരുമ്പോഴത്തേക്ക് അമ്മായി മാന്തി കൊടുക്കും. ഇവർക്ക് രണ്ടുപേർക്കും ഒരുപോലെ ചൊറിച്ചിൽ വരുമ്പോഴത്തേക്കാണ് കേരളത്തിലെ പൊതുബോധമുള്ള അല്ലെങ്കിൽ കേരളത്തിലെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ ഈ രണ്ടെണ്ണത്തിനും കൂടെ എടുത്തിട്ട് അങ്ങ് മാന്തി പൊളിക്കുന്നത്. അങ്ങനെ മാന്തി പൊളിച്ച് രണ്ടുപേർക്കും അത്യാവശ്യം നല്ല രീതിയിലുള്ള കേസും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇപ്പൊ ഉപജീവന മാർഗം നടക്കുന്നില്ല. കാരണം ഉപജീവന മാർഗം എന്ന് പറയുന്നത് ഈ ചാണക ചാനലിനകത്ത് വന്നിരുന്നുകൊണ്ട് ഈ സമൂഹത്തിലുള്ള ഒരു പ്രത്യേക മതവിഭാഗത്തെ, അതായത് ഈ ജാമിദ മുമ്പുണ്ടായിരുന്ന ഒരു മതവിഭാഗത്തെ ഇരുന്നുകൊണ്ട് ഇങ്ങനെ ചൊറിയ, തെമ്മാടിത്തരം പറയാ, തെണ്ടിത്തരം പറയാ, അവരുടെ വിശ്വാസങ്ങളെ കയറി ചൊറിയ, അങ്ങനെ പറഞ്ഞിരുന്ന് അതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് തിന്നു കൊഴുത്ത് മുറ്റി ഈ സെപ്റ്റി ടാങ്കിന്റെ മേളിലിരുന്ന് ഇങ്ങനെ വിസർജിച്ചുകൊണ്ടിരിക്കുന്ന കേരളത്തിലെ രണ്ട് വെറും കൂതറകളാണ് ഈ പറഞ്ഞ ചാണക ബൈജും ഈ അപ്പി അമ്മായിയും. ഇപ്പൊ രണ്ടുപേരും കൂടെ ഇപ്പൊ ഈ ചാനലൊക്കെ തൽക്കാലം അങ്ങോട്ട് നിർത്തി വെച്ചിട്ടുണ്ട്. ഇപ്പം കേരളത്തിലെ ജനങ്ങളോട് ഇരക്കുകയാണ് കേട്ടോ, അതായത് തെണ്ടുകയാണ്. സത്യത്തിൽ ഇതിലും നല്ലത് ഈ ജാമിദ അമ്മായിയെ കൊണ്ടുവന്ന് ഏതെങ്കിലും റോഡിന്റെ സൈഡിൽ ഇരുത്തിയിട്ട് ചാണക ബൈജു നീ ഒരു തോർത്ത് വിരിക്കുക, എന്നിട്ട് മാറി നീ അവിടെ നിന്ന് ഇളിച്ചോണ്ടിരുന്നാൽ ഒരു പക്ഷേ ചിലപ്പം ദയവ് തോന്നിയ ആൾക്കാർ എന്തെങ്കിലും നിനക്ക് തരും. ഇവരുടെ എല്ലാ വീഡിയോയുടെ മുമ്പിലും ഇപ്പൊ ഒരു അഭ്യർത്ഥനയുണ്ട്. എനിക്ക് നിയമപരമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, ഇവിടുത്തെ തീവ്രവാദികൾ ഞങ്ങളെ വല്ലാണ്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്, അപ്പൊ സാമ്പത്തികമായി ഞങ്ങളെ സഹായിക്കുക, അതിന് വേണ്ട ഫോൺ നമ്പറും കാര്യങ്ങളൊക്കെ ഇവൻ കൊടുക്കുന്നുണ്ട്, അതിന്റെ GPay നമ്പർ കൊടുക്കുന്നുണ്ട്, ഇവന്റെ തൊലിഞ്ഞ അക്കൗണ്ട് നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇപ്പൊ എന്താണ് ഇവരുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടുത്തെ തീവ്രവാദികളല്ല, അതായത് മുസ്ലിം തീവ്രവാദികളായിട്ട് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ഞങ്ങൾ പുതിയൊരു സംരംഭം അങ്ങോട്ട് തുറന്നു വെച്ചിട്ടുണ്ട്. ആ സംരംഭത്തിലേക്ക് നിങ്ങൾ അകമഴിഞ്ഞ സഹായം ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരു ഒന്നാന്തരം ഫ്രോഡ് പരിപാടിയായിട്ട് ഈ രണ്ട് ഭൂലോക ഫ്രോഡുകൾ ഇപ്പൊ രംഗത്തിറങ്ങിയിട്ടുണ്ട്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 10 പൈസ ഈ രണ്ട് സാധനത്തിനും ഇവിടുത്തെ നല്ലവരായിട്ടുള്ള മനുഷ്യർ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി ഇത് കേട്ടിട്ട് അല്ലെങ്കിൽ ഇവരെ ഫാൻസ് ആയിട്ടുള്ള ചില ചാണക സംഖ്യകളുണ്ട് ഈ നാട്ടിൽ, അവരെന്തെങ്കിലും കൊടുത്താൽ, അവരാർക്കും അങ്ങനെ സഹായിക്കാറില്ല, പക്ഷെ ഇനിയിപ്പോ അങ്ങനെ സഹായിച്ചാൽ അതിൽ നിന്നും കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കാനായിട്ടുള്ള ഒരു ഫ്രോഡ്, ഒരു തട്ടിപ്പ് പരിപാടിയായിട്ടാണ് ഈ രണ്ട് കൂതറകളും കേരളത്തിലെ പൊതുസമൂഹത്തിന്റെ ഇടയിലേക്ക് ഇപ്പൊ വന്നിരിക്കുന്നത്. ഈ സമൂഹത്തിന്റെ ഇടയിൽ വിഭാഗീയതയും വർഗീയതയും ഉണ്ടാക്കി, കുത്തിത്തിരിപ്പുണ്ടാക്കി ജീവിക്കുന്ന രണ്ട് വൃത്തികെട്ട നാറികൾ. ഈ നാറികൾക്ക് 10 പൈസ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ കൊടുക്കുമെന്ന് എനിക്ക് തോന്നാം. സ്വന്തം അമ്മയെയും അവരുടെ ഭാര്യയും മക്കളെയൊക്കെ ഉപേക്ഷിച്ച് ഇവന് ഏതോ കോവർണത്തിരുന്നുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. സമാനമായിട്ട് തന്നെയാണ് ഈ ജാമിദ എന്ന് പറയുന്ന ഈ ഒരു ഊളപ്പെണ്ണുമ്പിള്ളയും. കാരണം ഇവര് ഭർത്താവിനെയൊക്കെ ഉപേക്ഷിച്ചിട്ട് ഏതൊരു സംഖ്യ കെട്ടി നാസ്തിക എന്ന ആ ഒരു പദത്തിലാണ് ഇരിക്കുന്നത്. പക്ഷെ അതല്ല, സംഖ്യകൾ കൊടുക്കുന്ന കാഷ്ടം തിന്നിട്ട് ഇവിടുത്തെ ഒരു സമൂഹത്തെ ഇങ്ങനെ തെറി പറയാൻ വേണ്ടി മാത്രം ഇരിക്കുന്ന രണ്ട് വാണങ്ങൾ. ഈ വാണങ്ങളുടെ പുതിയ തട്ടിപ്പിന്റെ വീഡിയോ നിങ്ങൾ വന്നിട്ടുണ്ട്, അതൊന്ന് കണ്ടിട്ട് നമുക്ക് നേരെ തിരിച്ചു വരാം. ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ടീച്ചറും ഞാനും ഒരു സെഷനിൽ വരുന്നത്. ഒരുപാട് ആളുകൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നമ്മുടെ ചൊറിയാതെ വയ്യ എന്നുള്ളത് സ്റ്റോപ്പ് ചെയ്തു എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അത് വൈകാതെ തന്നെ നമ്മളത് വീണ്ടും ആ ഒരു രൂപത്തിലേക്ക് മാറും എന്നുള്ളത് പച്ചയ്ക്ക് പറയേണ്ടതുണ്ട്. കാരണം മറ്റൊന്നുകൊണ്ടുമല്ല, കാരണം ഒരുപാട് കള്ള കേസുകൾ ഞങ്ങൾക്കെതിരെ വരുന്നു. അത് കൃത്യമായിട്ടും ചൊറിയേണ്ടിടത്ത് കൊണ്ടു അവിടെ കൃത്യമായിട്ട് ചൊറി വന്നത് കൊണ്ട് തന്നെ ഒട്ടേറെ കള്ള കേസുകൾ വരുമ്പോൾ നമ്മൾക്കത് ഒരു വ്യക്തികൾക്കോ അല്ലെങ്കിൽ രണ്ട് വ്യക്തികൾക്കൊക്കെ അത് ഫേസ് ചെയ്യുന്ന ലിമിറ്റ് ഉണ്ടല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ പല സമയത്തും നമ്മൾക്ക് വരുന്ന ഒരുപാട് പ്രശ്നങ്ങളൊക്കെ മാന്യ പ്രേക്ഷകരോട് തന്നെ ഷെയർ ചെയ്യാറുണ്ട്. അത്തരത്തിലൊരു വലിയ വിഷയം ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു ലൈവ് സെഷൻ വെച്ചിട്ടുള്ളത്. കാരണം ടീച്ചർക്കും എനിക്കും വ്യക്തിപരമായിട്ട് അറിയുന്ന നമ്മുടെ ഒരു സഹോദരൻ, ആ സഹോദരനെ ഈ ഇവിടെ നിരോധിക്കപ്പെട്ട PFI ഭീകരന്മാരും SDPI ഭീകരന്മാരും ചേർന്നുകൊണ്ട് ഒരു കള്ളക്കേസിൽ കുരുക്കുന്നു. ആ കള്ളക്കേസിൽ കുരുക്കിയ ആ യുവാവിനെ മറ്റാരും രക്ഷയില്ലാതെ, ഭാര്യയും ഒരു കുഞ്ഞുമടക്കമുള്ള ഒരു ചെറിയ കുടുംബം, ആ കുടുംബത്തിലെ ഏക അത്താണിയായിട്ടുള്ള നമ്മുടെ സഹോദരൻ, ആ സഹോദരനെ രക്ഷിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഈ കഴിഞ്ഞ ആഴ്ചയായിട്ട് ഒരുപാട് ആളുകളെ കാണുകയും അതിനു വേണ്ടിയിട്ട് എല്ലാ വീഡിയോയ്ക്ക് മുൻപിലും ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തും ഒക്കെ മുന്നോട്ട് വരുന്ന സാഹചര്യം തന്നെയാണുള്ളത്. അപ്പോൾ ആ കേസിന്റെ മെറിറ്റിലേക്ക് നമ്മൾക്ക് അത് വെളിപ്പെടുത്താൻ പറ്റാത്തൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം അവിടെ പക്ഷേ ഒരു പ്രത്യേക മതവിഭാഗത്തിന് മാത്രം ഇതെല്ലാം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഈ നാട്ടിൽ എന്ന് നമുക്കറിയാം. അതിന് മതേതരം എന്ന പേര് വിളിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന പേക്കൂത്തുകളൊക്കെ നമുക്കറിയാം. അത്തരത്തിൽ ഒരുപാട് വേദന അനുഭവിക്കുന്ന ആളുകൾക്ക് ഒരു കൈത്താങ്ങായി മാറാൻ വേണ്ടി നമ്മൾ തന്നെ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിന് രൂപം കൊടുക്കുകയാണ്. അതിന്റെ വെട്ടം എന്ന പേരാണ് ഇപ്പോൾ നമ്മൾ സജസ്റ്റ് ചെയ്തിട്ടുള്ള, ടീച്ചർ സജസ്റ്റ് ചെയ്ത പേരാണ്. അപ്പൊ ആ പേരിൽ തന്നെ നമ്മൾ ഉറച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അതിന് വ്യക്തിപരമായിട്ടുള്ള ഡീറ്റെയിൽസ് ആണ് തരുന്നത്. അതുകൊണ്ട് സഹായിക്കാൻ പറ്റുന്ന ആളുകൾ പൂർണ്ണമായിട്ടും
ഇതിൽ UPI ട്രാൻസാക്ഷൻ വേണ്ടിയിട്ട് 2 നമ്പറുകൾ കൊടുക്കുന്നുണ്ട്. ഈ 2 നമ്പറുകൾ ഉപയോഗിക്കാം. പിന്നെ ഇനി ചിലർക്കൊക്കെ UPI ട്രാൻസാക്ഷൻ വിദേശത്തായാലും മറ്റുള്ളവർക്കൊന്നും ഉപയോഗിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. അത്തരക്കാർക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. അക്കൗണ്ട് ഡീറ്റെയിൽസോടെ ചുവടെ വീണ്ടും കൊടുക്കുന്നുണ്ട്. ഇതിൽ എന്റെ വ്യക്തിപരമായിട്ടുള്ള ഡീറ്റെയിൽസ് മാത്രമാണ് ഇപ്പോൾ കൊടുക്കുന്നത്. കാരണം നമ്മൾ ഇതിന്റെ രണ്ടുപേരെയും കുറെ കാലങ്ങൾക്ക് ശേഷമായിരിക്കും ഒരുമിച്ച് കാണുന്നത്. ചൊറിയാതെ വയ്യ എന്ന പ്രോഗ്രാമുമായിട്ട് ദിവസവും നമ്മൾ മുമ്പോട്ട് പോയിരുന്നു. ആ സാഹചര്യം അതിനിടയ്ക്ക് ഒരുപാട് കേസുകൾ കൂമ്പാരമായി. നമ്മളെ മാനസികമായി തകർക്കണമെങ്കിൽ ആദ്യം നമ്മളെ ഫിനാൻഷ്യലി ബ്രേക്ക് ചെയ്യണം, കുടുംബപരമായിട്ട് നമ്മളെ ബ്രേക്ക് ചെയ്യണം. അങ്ങനെ നമ്മുടെ ഇമോഷണലി നമ്മളെ വീക്കാക്കിയാൽ മാത്രമേ നമ്മളെ പരാജയപ്പെടുത്താൻ സാധിക്കൂ. ഇണങ്ങിയാൽ നക്കിക്കൊല്ലാം, പിണങ്ങിയാൽ കുത്തിക്കൊല്ലാം എന്ന് പറയുന്നത് പോലെ പിണങ്ങി കുത്തിക്കൊന്നാൽ ചാകണമെന്ന് നിർബന്ധമില്ല. ഇണങ്ങി കുത്തിക്കൊന്നാൽ ചാകും ഉറപ്പായിട്ടും. ആ രൂപത്തിലുള്ള ഒരു നിലപാടാണ് ശത്രുക്കൾ സ്വീകരിച്ചിരിക്കുന്നത്. ഒരുപാട് കേസുകളുണ്ട്. ഒരു സഹായം, ഏതെങ്കിലും ഒരു കരം നമുക്ക് വേണ്ടിയിരുന്നു എന്ന് തോന്നുന്നത്. അങ്ങനെയാണ് നമുക്കൊരു സംഘടിതമായ രൂപം വേണമെന്ന് ചിന്തിച്ചിരിക്കുമ്പോൾ നമ്മുടെ തന്നെ ഒരു സുഹൃത്ത് ഒരു കേസിൽ അകപ്പെടും. കണ്ണൂരിൽ നിന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നെ വിളിക്കുവാണ്. അയാളുടെ മോള് ഒരു കോഴിക്കടക്കാരനുമായിട്ട് കമ്പനിയായി. ആ പെൺകുട്ടി MBBS ഫൈനൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ് ഒരു മെഡിക്കൽ കോളേജിൽ. ഒരു രക്ഷയുമില്ല, പിന്മാറ്റി. അപ്പോൾ നമുക്കൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ ഒരു ദിവസം ഒരു യാത്ര പോകുമ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ, നമ്മുടെ ലൈവുകള്, നമ്മുടെ ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ബ്രേക്ക് ആകുന്നു. അപ്പൊ ഇങ്ങനെ തകർന്നു നിൽക്കുന്ന ഇവരോട് നമുക്ക് വണ്ടിക്കുള്ളിൽ പൈസ ചോദിക്കാൻ പറ്റില്ല, വക്കീലിന് കൊടുക്കാനുള്ള പൈസ ചോദിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ടാണ് പലപ്പോഴും ഇതുപോലെയുള്ള വിഷയങ്ങളിൽ നമ്മൾ ഇടപെടാറ്. 1 ലക്ഷം സ്ഥിരം മെമ്പർമാരെയാണ് ഉദ്ദേശിക്കുന്നത്. 1 ലക്ഷം ആളുകൾ എല്ലാ മാസവും 100 രൂപ വീതം നിക്ഷേപിച്ചാൽ ഈ പ്രയാസം നിഷ്പ്രയാസം നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതുകൊണ്ട് കൂട്ടം ചാരിറ്റബിൾ ട്രസ്റ്റില് സ്ഥിര മെമ്പർ ആകാൻ ആദ്യത്തെ 1 ലക്ഷം ആളുകൾക്ക് മാത്രമേ നമ്മൾ തീരുമാനിച്ചിട്ടുള്ളൂ. അതിനപ്പുറം എത്ര രൂപ വേണമെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാം, സഹായിക്കാം. തികച്ചെടുത്ത 1 ലക്ഷം ആളുകൾക്കാണ് സ്ഥിര അംഗത്വം കൊടുക്കുന്നത്. അവരാണ് എല്ലാ മാസവും 100 രൂപ അതിനകത്തേക്ക് നിക്ഷേപിക്കേണ്ടത്. സെഷൻ നമ്മൾ ഇതിനു വേണ്ടി മാത്രം വന്നിട്ടുള്ള ഒരു സെഷനാണ്. കാരണം നമ്മുടെ ഒരു കൂട്ടമായിട്ട് നീങ്ങാൻ വേണ്ടിയിട്ടുള്ള വെട്ടം ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആ ഒരു അനൗൺസ്മെന്റ് മാത്രം. പിന്നെ അതോടൊപ്പം നമ്മുടെ സംഘ സഹോദരൻ, അല്ലെങ്കിൽ നമ്മുടെ സഹോദരനെ ഈ പറയുന്ന ഇസ്ലാമിക ഭീകരന്മാർ കുരുക്കിയിട്ടുള്ള ആ കേസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ധനസമാഹരണം, അതിന് വേണ്ടിയിട്ടുള്ള ഒരു അനൗൺസ്മെന്റ് കൂടിയാണ്. അപ്പോൾ ആ സംഘ സഹോദരനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള UPI ട്രാൻസാക്ഷന്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ അക്കൗണ്ട് ട്രാൻസാക്ഷൻ മാത്രം ചെയ്യുന്ന ആളുകളുണ്ട്. അക്കൗണ്ട് ട്രാൻസാക്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആളുകൾക്ക് അക്കൗണ്ട് ട്രാൻസാക്ഷന്റെ നമ്പറും കൊടുത്തിട്ടുണ്ട്. ഇത് എന്റെ വ്യക്തിപരമായിട്ടുള്ള അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ ഒരു ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. എന്നിരുന്നാലും നമ്മൾക്ക് ഇത് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. കാരണം അമ്മയെ തല്ലിയാലും 2 പക്ഷമുള്ള നാടാണ് നമ്മുടെ നാട്. ഒരു മനുഷ്യൻ ഇങ്ങനെ മതതീവ്രവാദികൾ കുടുക്കിയിട്ടിരിക്കുന്നു, കേസുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, കുടുംബം പട്ടിണിയാണ്. നമ്മളൊക്കെ ചെയ്യുന്ന സഹായത്തിന് ഒരുപാട് ലിമിറ്റുകളുണ്ട്. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് എന്തെങ്കിലും ആ മനുഷ്യനൊരു സഹായം ചെയ്താൽ ആ കുടുംബം അല്ലലില്ലാതെ പോകുമെന്ന് മാത്രമല്ല, ഈ മതതീവ്രവാദികളിൽ നിന്നും അതിനൊരു മോചനവും ലഭിക്കും. നമുക്കറിയാം. സത്യത്തിൽ ഈ നാറിന് നമ്മൾ എന്താ പറയേണ്ടത്? കാരണം സ്വന്തം അമ്മയെ പോലും നോക്കാത്ത, ഭാര്യയും മക്കളെയും ഉപേക്ഷിച്ച ഈ വൃത്തികെട്ട നാറി ഏതോ ആൾക്ക് വേണ്ടി സഹായിക്കാൻ വേണ്ടി പുതിയൊരു മുണഞ്ഞ എന്താ പറയാ ഒരു ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ചു. സത്യത്തിൽ ഈ 2 ഊളകൾക്കും ജീവിക്കാൻ യാതൊരുവിധ തരത്തിലുള്ള മാർഗങ്ങളും ഇല്ല. ചൊറിച്ചിൽ അങ്ങോട്ട് അധികമായപ്പോഴത്തേക്ക് നമ്മുടെ സമൂഹത്തിൽ നല്ലവരായിട്ട് ജീവിക്കുന്ന ആൾക്കാർക്ക് സത്യം പറയാം അത് അങ്ങോട്ട് ദഹിച്ചില്ല എന്ന് വേണം പറയാൻ. അപ്പൊ അതുകൊണ്ട് ഇവർക്കെതിരെ കേസ് കൊടുത്ത് പല കേസുകളിലും ഇപ്പം ഇവരും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതിനൊക്കെ പണം വേണം. അപ്പൊ സ്വന്തമായിട്ട് അധ്വാനിച്ച് ജീവിച്ചാലേ ഉള്ളൂ. നമുക്കിപ്പോ ഈ ചാനൽ ഇല്ലെങ്കിലും നമ്മൾ നമ്മുടെ പഴയ പണിക്കൊക്കെ പോയി നമ്മൾ ജോലി ചെയ്യും. പക്ഷെ ഇതുങ്ങൾക്ക് 2 പേർക്കും പണിയെടുത്ത് ജീവിക്കാൻ പറ്റത്തില്ല. കാരണം വിയർപ്പിന്റെ അസുഖം 2 ആൾക്കും ഉണ്ട്. പിന്നെ കുനിഞ്ഞ് എന്തെങ്കിലും എടുത്തു കഴിഞ്ഞാൽ അവിടെ വെച്ച് പൊട്ടിപ്പോവും. അതുകൊണ്ട് കുനിയാനും പറ്റത്തില്ല. എന്നാൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് തെമ്മാടിത്തരവും തെണ്ടിത്തരവും പറഞ്ഞ് ജീവിക്കുന്ന ഈ 2 ഊളകൾ ഇപ്പൊ പുതിയ സംഭവമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. 1-ാം തരം തട്ടിപ്പ്, ഈ ഫ്രോഡ് സാധനങ്ങളിലെ കേരളത്തിലെ പൊതുജനങ്ങൾ അത് വിലയിരുത്തിയിട്ടുണ്ട്. അപ്പൊ എന്താണെങ്കിലും ഒരു പക്ഷെ ചിലപ്പോൾ ഇത് കേൾക്കുന്ന ആരെങ്കിലും ചാണക സംഖ്യകൾ തലയ്ക്കകത്ത് മൂളയില്ലാത്ത ഏതെങ്കിലും സംഖ്യകൾ ചിലപ്പോൾ സഹായിച്ചെന്നിരിക്കും. അപ്പൊ എന്താണെങ്കിലും അത്തരത്തിലുള്ള സഹായങ്ങൾ കൊണ്ട് മാത്രമേ ഇനി ഈ 2 എണ്ണത്തിന് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ അക്കച്ചിയുടെ ചൊറിച്ചിലും ഇവന്റെ കടിയും അപ്പൊ ആ ഒരു ഇതിലൂടെ മാറിക്കിട്ടും എന്നാണ് തോന്നുന്നത്. എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 2 എണ്ണവും അങ്ങോട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് തെണ്ടിക്കൊണ്ടിരിക്കുക. വൃത്തികെട്ട പരിപാടിയൊക്കെ എത്തുന്ന ഇവനെയൊക്കെ കേരളത്തിലെ പൊതുസമൂഹം അടിച്ച് ഇവനൊക്കെ തുരത്തണം. ത്വരാശാണത്തി കൃമിയാണ് 2 എണ്ണവും. ഇവിടുത്തെ മതങ്ങളെ തമ്മിൽ തല്ലിച്ച് സ്പർദ്ധ ഉണ്ടാക്കി ജീവിക്കുന്ന ഈ 2 ചാണക പുഴുക്കളെയും ഇവിടുത്തെ പൊതുസമൂഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 10ന്റെ പൈസ ഈ പറഞ്ഞ 2 നാറികൾക്കും കൊടുക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആത്മാഭിമാനമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവനിക്കൊന്നും കൊടുക്കരുത്. കാരണം ഇവനൊക്കെ അനുഭവിക്കേണ്ടവരാ.
ഈ സമൂഹത്തിൽ നാശം വിതയ്ക്കുന്ന ഈ രണ്ട് ജന്തുക്കളെ ഈ സമൂഹം തിരിച്ചറിയുക തന്നെ ചെയ്യുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തായാലും ഈ ഉടായ്പുമായിട്ട് ഇറങ്ങിയിട്ടുള്ള ഇവർക്കുള്ള കമന്റുകൾ നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ശുഭപ്രതീക്ഷ നിങ്ങളിലേക്ക് സ്വന്തം.